നമ്മുടെ നമ്മളെല്ലായ്പ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിനെ നമ്മൾ ടെൻഷൻ ഫ്രീ ആക്കുക. ഇത് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ഇത് പ്രാക്ടിക്കലാക്കുക എന്താണ് വളരെ പ്രയാസമാണ്, അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. മനസ്സിനെ നമ്മളെപ്പോഴും ടെൻഷൻ ഫ്രീ ആക്കുക, നമ്മുടെ മനസ്സിനെ നമ്മളെപ്പോഴും ഫ്രീ ആക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ നിന്നും തീർത്തും ഒഴിവാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതായത് അസൂയ, അത്യാഗ്രഹം മുതലായവ നമ്മുടെ മനസ്സിൽ നിന്നും തീർത്തും ഒഴിവാക്കുക. ആഗ്രഹങ്ങളാകാം കേട്ടോ, നല്ല ആഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും വെച്ചു പുലർത്തുക, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അത്യാഗ്രഹങ്ങളാകാൻ പാടില്ല. അത്യാഗ്രഹം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാമോ? അതായത് മറ്റൊരാൾക്ക് ദ്രോഹമുണ്ടാകുന്ന ആഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വെച്ചു പുലർത്തുവാൻ പാടില്ല. നല്ല ചിന്താഗതികൾ നമ്മൾ വെച്ചു പുലർത്തുക, നല്ലത് ചിന്തിക്കാൻ നാം ശീലിക്കുക, നല്ലത് ചിന്തിക്കാൻ ശീലിക്കുക, നല്ലത് പ്രവർത്തിക്കുന്നത് നമ്മൾ ശീലമാക്കുക. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുക, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിലെ വിജയത്തിൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസികമായ നന്മകളാണ് ജീവിതത്തിലെ വിജയത്തിൻ്റെ പ്ലേസ്മെൻറ്റ്. ഞാൻ പറഞ്ഞു, അത്യാഗ്രഹവും അസൂയയും എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സിനെ കാർന്നു തിന്നുന്നവയാണ്. ഒരിക്കൽ പോലും നമ്മൾ അസൂയക്കോ അത്യാഗ്രഹത്തിനോ നമ്മുടെ മനസ്സിൽ സ്ഥാനം കൊടുക്കാതിരിക്കുക. ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം, എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഒരിക്കൽ 2 വ്യക്തികൾ, ഒരാൾ അത്യാഗ്രഹിയാണ്, ഒരാൾ അസൂയാലുമാണ്. ഇവർ ഒരുമിച്ച് ഈശ്വരനെ തപസ് ചെയ്യാനായിട്ട് പോവുകയുണ്ടായി. ഒരുമിച്ച് ഈശ്വരനെ തപസ് ചെയ്തപ്പോൾ അത്യാഗ്രഹി, അസൂയാലു എന്ന് പറയുന്നത്, അസൂയാലുവിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? അസൂയാലുവിൻ്റെ മനസ്സിൽ എന്താണ്? എപ്പോഴും ദ്രോഹചിന്തകളാണ്. അപ്പൊ അസൂയാലു ദൈവത്തോട് ചോദിച്ച വരം, അസൂയാലും അത്യാഗ്രഹിയും ദൈവത്തെ തപസ് ചെയ്തു, ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തി. അപ്പൊ ദൈവം ഇരുവരോടും ചോദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരം ചോദിച്ചോളൂ. ദൈവത്തെ കണ്ട മാത്രയിൽ അത്യാഗ്രഹി പറയുകയുണ്ടായി, അങ്ങ് എന്ത് ഇവന് നൽകുന്നു, ഇവനെന്ന് പറഞ്ഞാൽ തൻ്റെ സമീപത്ത് നിൽക്കുന്ന അസൂയാലുവിന് നൽകുന്നു, അതിൻ്റെ ഇരട്ടി തനിക്ക് ലഭിക്കണമെന്ന് അത്യാഗ്രഹി ദൈവത്തോട് ആവശ്യപ്പെട്ടു, ദൈവത്തോട് വരം ചോദിച്ചു. ഇത് കേട്ടപ്പോൾ അസൂയാലുവിൻ്റെ ചിന്ത എന്താണ്? അസൂയാലുവിൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ദ്രോഹചിന്തയാണ്. തനിക്ക് എന്ത് ലഭിച്ചാലും അതിൻ്റെ ഇരട്ടി ആർക്ക് ലഭിക്കും? തൻ്റെ അടുത്ത് നിൽക്കുന്ന അത്യാഗ്രഹിക്ക് ലഭിക്കും എന്നൊരു തോന്നൽ ആർക്കുണ്ടായി? അസൂയാലുവിനുണ്ടായി. അപ്പം അസൂയാലു ദൈവത്തോട് ചോദിച്ച വരം, അസൂയാലുവിൻ്റെ ഒരു കണ്ണ് പൊട്ടിപ്പോകട്ടെ എന്നാണ് കേട്ടോ. ദൈവം വരം കൊടുത്തു, അസൂയാലുവിൻ്റെ ഒരു കണ്ണ് പൊട്ടിപ്പോയി. തൽക്ഷണം അത്യാഗ്രഹി ചോദിച്ച വരം എന്താണ്? അത്യാഗ്രഹി ചോദിച്ച വരം എന്ന് പറഞ്ഞാൽ അസൂയാലുവിന് എന്ത് കൊടുക്കും? തൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് എന്ത് കൊടുക്കുന്നു? തൻ്റെ അടുത്ത് നിൽക്കുന്ന അസൂയാലുവായ ആ വ്യക്തിക്ക് എന്ത് കൊടുക്കുന്നു? അതിൻ്റെ ഇരട്ടി തനിക്ക് ലഭിക്കണമെന്നാണ് ആര് ദൈവത്തോട് ചോദിച്ച വരം? അത്യാഗ്രഹി ദൈവത്തോട് ചോദിച്ച വരം. അസൂയാലു ചോദിച്ച വരം എന്താണ്? തൻ്റെ ഒരു കണ്ണ് പൊട്ടിപ്പോകണമെന്നാണ്. തൽക്ഷണം അസൂയാലുവിൻ്റെ ഒരു കണ്ണ് പൊട്ടിപ്പോയി. പൊടുന്നനെ അത്യാഗ്രഹിയുടെ 2 കണ്ണുകളും പൊട്ടിപ്പോവുകയുണ്ടായി. കാരണം അസൂയാലുവിന് എന്ത് കൊടുത്തു? അതിൻ്റെ ഇരട്ടിയാണ് ആരാവശ്യപ്പെട്ടത്? അത്യാഗ്രഹി ആവശ്യപ്പെട്ടത്. അപ്പം 2 പേർക്കും, അസൂയാലുവിൻ്റെ ഒരു കണ്ണും അത്യാഗ്രഹിയുടെ 2 കണ്ണുകളും നഷ്ടമായി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നൊരു പാഠം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ ദ്രോഹചിന്തകൾ ഉണ്ടാകാൻ പാടില്ല. നന്മകൾ നമ്മുടെ മനസ്സിൽ നന്മകൾ വളർത്തുക കേട്ടോ. നല്ല ചിന്താഗതികൾ വളർത്തുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക കേട്ടോ. നല്ല മനസ്സിനുടമയാണ് നിങ്ങളെങ്കിൽ, നല്ല മനസ്സെന്ന് പറഞ്ഞാൽ നല്ല മനസ്സിനുടമയാണ് നിങ്ങളെങ്കിൽ, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ ആ പ്രതിസന്ധികളെ ചിലപ്പോൾ നമ്മൾ അതിവിദഗ്ധമായി മറികടന്നു വരാം കേട്ടോ.
നമ്മളെപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല പ്രവൃത്തികളാണ് കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് കഴിയണം കേട്ടോ. അതുപോലെ നമ്മുടെ മനസ്സിനെ എന്താക്കണം, എപ്പോഴും ഫ്രീ ആക്കി വെക്കുക. നമുക്ക് ഈശ്വരൻ എന്തെങ്കിലും കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ജീവിതത്തിലേക്ക് വളരുവാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തിപ്പെടുവാൻ നമ്മൾ ശ്രമിക്കുക കേട്ടോ. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ജീവിതത്തിൽ ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്ത് വേണം, നല്ല കഠിനാധ്വാനം അത്യാവശ്യമാണ്. സ്വപ്രയത്നം കൊണ്ട് മാത്രമേ എവിടെ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ, ജീവിതത്തിൽ ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ക്ഷമ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. ക്ഷമിക്കാൻ കഴിയുന്നവൻ, എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദൈവത്തിന് സമനാണെന്നാണ് കേട്ടോ. നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ ക്ഷമ ഒരു ശീലമാക്കുക, ശീലമാക്കുക. അതുപോലെ ജീവിതത്തിൽ സത്യം പ്രവർത്തിക്കുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. ജീവിതത്തിൽ ഒരു പരിധിവരെയൊക്കെ എന്ത് ചെയ്യും, ജീവിതത്തിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് വിജയങ്ങൾ നേടുവാനായിട്ട് കഴിയും.